2/3. ഇത് ചിലപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇച്ചിരി ഡൗട്ട് വരും, ഇത് എന്തുവാണ് ഈ ക്വസ്റ്റിൻ്റെ അർത്ഥമെന്ന്. അതുകൊണ്ടാണ് നാം മലയാളം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2/3 കിട്ടാനായിട്ട് 2/3 എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടാൻ എത്ര 1/2കൾ തമ്മിൽ കൂട്ടണം എന്നാണ് ചോദ്യം. എത്ര 1/2 കൂട്ടിയാലാണ് 2/3 ആകുന്നതെന്നാണ് ചോദ്യം. കണ്ടല്ലോ, അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് എത്ര 1/12കൾ ചേർന്നാൽ 2/3 ആകും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇങ്ങനത്തെ ക്വസ്റ്റിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണേ. അപ്പം ഇതിൽ നിന്ന് ഓപ്ഷൻസ് ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ആൻസർ എന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം അറിയാവുന്നവർ, ചെയ്യാനൊരു ആഗ്രഹമുള്ളവരാണുമല്ലോ, വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്ത് വയ്ക്കുക, ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ആൻസറുമായിട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വല്ല മനസ്സിലായി എന്തുവാണ് നമുക്ക് കിട്ടേണ്ടത്? 2/3 ആണ്. പക്ഷേ എത്ര 1/12 ഇങ്ങനെ കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് കിട്ടുന്നതെന്നാണ് ചോദ്യം. ഇതല്ല ഉത്തരം. എത്ര എണ്ണമാണെന്ന് അറിയത്തില്ല. അപ്പോൾ 1/12 ഇവിടെ സംശയം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് ഇത് രണ്ടും ഒരേപോലത്തെ അല്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഇത് 1/12, ഇത് 2/3, ഇത് എങ്ങനെ കൂട്ടിയാൽ കിട്ടും എന്ന് ചോദ്യം വരും അല്ലേ. 1/12 1/12 കൂടെ കൂട്ടിയാൽ എന്തേ കിട്ടൂ? 2/12 കിട്ടുമെന്ന് അറിയാമല്ലോ അല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 1/12 1/12 കൂടെ കൂട്ടിയാൽ 2/12 എപ്പോഴും തണ്ട ഈ 12 ഇവിടെ വരുന്നു, ഇവിടെ 3 വരുന്നു. അതാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. അപ്പം മനസ്സിലായല്ലോ. അപ്പം എത്ര 1/12 കൂട്ടിയാലാണ് 2/3? ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏതാണോ കിട്ടേണ്ടത്, നമുക്കിവിടെ എത്തിക്കേണ്ടത് ഏതിലാണ്? ആൻസർ 2/3 ആണെന്ന് ആലോചിക്കുക. ഈ 2/3യുടെ ഇക്വലൻ്റ് ഫ്രാക്ഷൻസ് എഴുതുക എന്ന് വെച്ചാൽ 2/3യുടെ തുല്യമായിട്ടുള്ള മറ്റു ഫ്രാക്ഷൻ എഴുതാൻ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. 2/3യെ ഒരു 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് വെറും 4/6 ആവും. 4/6 ആവും. ഇത് മനസ്സിലായല്ലോ പറഞ്ഞു തന്നെ. 2/3യുടെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതാൻ ആദ്യമേ ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4/6 കിട്ടും. അടുത്തൊരു ഇക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 6/9 എന്ന് പറയുന്നതും 2/3 തന്നെയാണ്. 2/3യുടെ ഇക്വലൻ്റ് ഫ്രാക്ഷനാണ് 6/9. അടുത്ത 2/3യെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? 8/12. കണ്ട, അടുത്ത ഇക്വലൻ്റ് ഫ്രാക്ഷനാണ് 8/12. എന്ന് വെച്ചാൽ ഈ എഴുതിയേക്കുന്ന എല്ലാം എന്ത് തന്നെയാണ്? 2/3യുടെ തന്നെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ. എന്ന് വെച്ചാൽ ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ ഇതാവുമല്ലോ. അതാണ് ഈ ഫ്രാക്ഷനെ ചെറുതാക്കി കൊണ്ടുവന്നാൽ ഈ ഫ്രാക്ഷൻ ആവുമല്ലോ. ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇതേ സാധനം തന്നെയാണ് ഇത് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 12ലുള്ള ചോദ്യമാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും വേണ്ട. നമുക്ക് എന്ത് മാത്രം എഴുതി വയ്ക്കാം? 8/12. അപ്പം 2/3ക്ക് ഈക്വൽ ആയിട്ടൊരു ഫ്രാക്ഷൻ ഉണ്ട്. എന്ത്? 8/12 എന്ന് പറയുന്നത്. എങ്ങനെയാണ് കിട്ടുന്നത്? 2/3ക്ക് ഈക്വൽ ആയിട്ട് 8/12 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ 2നോട് ഒരു 4 ഗുണിക്കുന്നു, ഈ 3യുടെ കൂടെയും എന്ത് ചെയ്യുന്നു? ഒരു 4 ഗുണിക്കുന്നു. അപ്പോൾ 2/3 തന്നെയാണ് 8/12. അപ്പോൾ ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ 2/3 കിടക്കുന്നിടത്ത് ആര് മതി? 8/12. 8/12 കിട്ടാൻ എത്ര 1/12കൾ വേണം? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. 1/12 പ്ലസ് 1/12 പ്ലസ് എത്ര എണ്ണം വേണം? 8 എണ്ണം പോരെ? 3 4 5 6 7 8. ആലോചിച്ച് നോക്കിയേ, ഇത്രയും വേണം. എന്താണ്ട് അടിവശം എല്ലാം ഒരുപോലെയാണെങ്കിൽ മേലത്തെ എല്ലാം കൂടെ കൂട്ടിയാൽ പോലെ 1 2 3 4 5 6 7 8. എത്ര എണ്ണം വേണം? 8/12 ആവത്തില്ല. അപ്പോൾ എത്ര 1/12കൾ വേണം? എത്ര എണ്ണം വേണം? 8 എണ്ണം മതി. അപ്പോൾ 8 1/12കൾ ചേർന്നാൽ 8/12 ആവും. അപ്പം എങ്ങനെയാണ് 2/3 8/12 ഒന്ന് തന്നെയാണ്. എങ്ങനെ ഒന്നായി? ഈ 2/3യുടെ കൂടെ ഒരു 4 ഗുണിക്കുമ്പോഴാണ് 8/12 ആകുന്നത്. അപ്പോൾ ഇനി കണക്ക് ചെയ്യാനായിട്ട് നമ്മൾ 2/3 മനസ്സിൽ കാണണ്ട. 2/3യുടെ സ്ഥാനത്ത് എന്ത് ആലോചിച്ചാൽ മതി? 8/12. അപ്പോൾ 8/12 ആകാൻ എത്ര 1/12 വേണം? 8 എണ്ണം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവാത്തത് ഒന്നുകൂടെ ആലോചിച്ചു.